പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ പരമ്പരാഗതമായ ആദ്യ വോട്ട് പാരമ്പര്യം ഇത്തവണയും തെറ്റിച്ചില്ല. പാണക്കാട് CKM-LP സ്കൂളിലെ ബൂത്തിൽ കുടുംബത്തിലെ കാരണവരായ സാദിഖലി ശിഹാബ് തങ്ങൾ ഇത്തവണയും ആദ്യ വോട്ട് രേഖപ്പെടുത്തി. പതിവായി ഇതേ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാറുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തവണ കാരത്തോട് അപ്പക്കാട് മദ്രസയിലായിരുന്നു വോട്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെന്നോണം ഇത്തവണയും പാണക്കാട് CKM-LP സ്കൂളിലെ ആദ്യ വോട്ടറായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി തങ്ങൾ വോട്ട് ചെയ്തു. രാവിലെ 6:50 പോളിംഗ് ബൂത്തിലെത്തിയ അദ്ദേഹം വോട്ടർമാർക്കുള്ള വരിയിലെ മുന്നിൽ പോളിംഗ് തുടങ്ങുന്നതിനായി കാത്തുനിന്നു. സാദിഖലി തങ്ങളെ കൂടാതെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സാദിഖലി തങ്ങളുടെ മക്കളായ അസിൽ അലി ശിഹാബ് തങ്ങൾ, ഷഹീൻ അലി ശിഹാബ് തങ്ങൾ എന്നിവരും ഇതേ സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ ആദ്യമേ എത്തി. വോട്ടെടുപ്പിന് ശേഷം നേതാക്കൾ ഏറെ നേരം സൗഹൃദം പങ്കുവയ്ക്കാനും നർമ്മഭാഷണങ്ങൾക്കുമായി ബൂത്ത് പരിസരത്ത് ചിലവഴിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വോട്ടെടുപ്പ് ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ പാണക്കാട് ബൂത്തിലെത്തി തങ്ങൾ കുടുംബാംഗങ്ങളുമായി സൗഹൃദം പങ്കിട്ടു. പതിവായി ഇതേ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാറുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തവണ കാരത്തോട് അപ്പക്കാട് മദ്രസയിലായിരുന്നു വോട്ട്. പതിവ് തെറ്റിക്കാതെ സ്കൂളിന് മുൻവശത്തെ ഉരുണിയൻ കുഞ്ഞി മുഹമ്മദിന്റെ വീട്ടിലെത്തി കട്ടൻ ചായ കുടിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മറന്നില്ല. വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ട UDF നേതാക്കൾ വൻ വിജയപ്രതീക്ഷ പങ്കുവച്ചു. UDFന്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയം പ്രത്യേകിച്ച് വടക്കൻ 2-ാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക, നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുക UDF ഭരണസമിതികൾക്കാണ് എന്ന് LDFന്റെയും UDFന്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ UDFന് നല്ല വിജയപ്രതീക്ഷയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് UDFന്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. CCN മലപ്പുറം.